പ്രമാണിച്ചിട്ടേ അവൽ വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം ഉണ്ടാക്കാനായിട്ട് അതിൽ ഇച്ചിരി ഈ കടലപ്പരിപ്പ് കൂടി ഇടും. ഇതറിയാമല്ലോ, പായസത്തിന് ഇടുന്ന പരിപ്പാണ് ഈ സ്പ്ലിറ്റ് ബീൻസ്, മൂങ് ദാൽ, ഇതും കൂടെ ഇടുന്നുണ്ട്. ഇതൊരു 1/4 കപ്പുണ്ട്. എന്നിട്ട് ചൂടാക്കിയിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് കുക്കറിൽ വേവിക്കും. 4 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി ഇതെല്ലാം ഓഫ് ചെയ്യാൻ പോവാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. പരിപ്പ് ആറുന്ന സമയമുണ്ട്. അതിലിടാൻ ശർക്കരയാണ്. ശർക്കര 1 കപ്പുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം. ഇത് മെൽറ്റായിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ ഇനി അരിച്ചെടുക്കാം. വറുത്തിട്ട് കഴുകി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വേവിക്കുന്നത്. പായസം ഉണ്ടാക്കാനായിട്ട് അവലെടുത്തിട്ടുണ്ട്. തിക്കായിട്ടുള്ള കട്ടിയുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടൊരു 4-5 മിനിറ്റ് കുതിരാനിടാം. നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഇടാം. അതോട്ട് ഇത് കുതിർന്നോളും. ഒരു 4 മിനിറ്റ് അല്ല 5 മിനിറ്റ് മാക്സിമം ഇട്ടാൽ മതി. കുക്കർ തുറക്കാൻ പോവാണ്. 4 മിനിറ്റാണ് വെച്ചത്. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് മിക്സ് ചെയ്താൽ മതി. ബീറ്റ് ചെയ്തു. പിന്നെ പാത്രത്തിലോട്ട് ഞാൻ അരിച്ചെടുത്ത് ശർക്കര ഒഴിക്കുകയാണ്. ഇതിലോട്ട് ഇപ്പോൾ വേവിച്ചെടുത്ത ചെറുപയർ ഉണ്ടല്ലോ, അത് ഒഴിക്കുക. നിങ്ങൾക്ക് ഈ കുക്കറിൽ തന്നെ എല്ലാം കൂടി ചെയ്യാം. പക്ഷെ ഞാനിത് പാത്രം മാറ്റി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന അവലിടാൻ പോവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവലൊന്ന് വേവണം. 4 മിനിറ്റ് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണിത്. 5 മിനിറ്റ് ആയിരുന്നു. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിക്കുക. ഇത് ഇളക്കി നോക്കാം. വേണമെങ്കിൽ ഇച്ചിരി പാലൂടെ ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിക്കാം. അപ്പോൾ മൊത്തം 3/4 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് തിരികെ തേങ്ങ അത് ഇളക്കാം. തേങ്ങ കുറയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കടലപ്പരിപ്പും അവലും കൂടെ ചേരുമ്പം പിന്നെയും ഇച്ചിരി കൂടെയും പായസം കുറുകും. അപ്പം വേണമെങ്കിൽ പാൽ ചേർക്കണം. ഞാൻ മൊത്തം 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ആദ്യം 3/4 കപ്പ് ഒഴിച്ചു, പിന്നെ 1/4 കപ്പ് ഒഴിച്ചു. ഇനി ഞാൻ 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കും. വീണ്ടും ഒരു 1/4 കപ്പ്, മൊത്തം 1 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇളക്കാം. ഓൾറെഡി എല്ലാം വെന്തു. ഇത് റെഡിയായി. ഇനിയിപ്പോൾ 2 മിനിറ്റും കൂടെ പാൽ ഒഴിച്ചതല്ലേ, ചൂടാക്കി തിളപ്പിച്ച പാലായിരുന്നു അത്. അതൊഴിച്ച് അതെല്ലാം കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോൾ പായസം മാറ്റി വയ്ക്കാം. തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ സോൾട്ട്. മധുരമുള്ള ഏത് സാധനം ഇട്ടാലും അതിൽ ഉപ്പിടണം. പഞ്ചസാരയുടെ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഇതിലേക്ക് ചുക്കിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ഇടാം. ഏലക്കായുടെ പൊടി ഒരു 1/4 ടീസ്പൂൺ. പൊടിച്ചത് അല്ലെ ഡ്രൈ ജിഞ്ചർ 1/4 ടീസ്പൂൺ. പായസം റെഡിയായി. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് മതി പായസം ഉണ്ടാക്കാൻ. ഇതിലേക്ക് റൈസിൻസും കാഷ്യൂസും വറുത്തിടാം. പിന്നെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ഒരു 10-15 കാഷ്യൂസ്, ഞാനിത് പുളർത്തി ഇട്ടേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ റൈസിൻസും കാഷ്യൂസും വറുത്ത് കഴിഞ്ഞു. ഇത് പായസത്തിലോട്ടിടാം. വീണ്ടും അടുത്തൊരു പായസം ഉണ്ടാക്കി. ഇത് അവൽ പായസമാണ്. അവലും ശർക്കരയും ഒക്കെ ഇട്ടൊരു പായസമായിരുന്നു ഇത്. അതിനേക്കാൾ വേറൊരു പായസം നമ്മുടെ വിഷു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും എളുപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ അരിപ്പായസത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. എന്നാൽ അതിൻ്റെ കൂടെ മൂങ് ദാളൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാമല്ലോ. ഇത് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇച്ചിരി അവലുണ്ടെങ്കിൽ എടുത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നില്ല, നല്ലതാണെന്ന് എനിക്കറിയാം. നല്ല ടേസ്റ്റിയാണ്. ഇത് തേങ്ങാപ്പീൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തേങ്ങാപ്പീലാണ് കഴിക്കുന്നത്. ചവയ്ക്കാൻ നല്ല ടേസ്റ്റ്. അതൊക്കെ സോ ഗുഡാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു വിഷു ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോൾ എല്ലാവരും പായസം ട്രൈ ചെയ്ത്, ഇത് നല്ല പായസമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ചിൽഡ്രൻ